ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്. നമ്മളെല്ലാവരും വളരെ ബുദ്ധിമാന്മാരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്യാനായിരിക്കും തീരുമാനിക്കുക? ചോദ്യം സുലൈമാൻ സ്ട്രീറ്റിൽ ഇവിടെ എത്തിയ ആളുകളോടാണ്, നിങ്ങളോടാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടാണ് വിഷയം. ആദ്യം നരകം പറയണോ പിന്നെ സ്വർഗം പറയുമോ എന്ന് തീരുമാനിക്കുക. എങ്ങോട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കുക? സ്വർഗവും നരകമൊക്കെ വരട്ടെ, ഞാൻ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഏത് ഭാഗത്തോടെ പോകാനായിരിക്കും നമുക്ക് എളുപ്പം? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? വലത്തോട്ട്. എല്ലാവരും കോൺഗ്രസ്. വളരെ ആലോചിച്ചിട്ട് വേണം പറയാൻ. വലത്തോട്ടാണെന്ന് പെട്ടെന്ന് പറയാം, പക്ഷെ അതിലെ സഞ്ചരിച്ചാൽ വളരെ ദുർഘടമായ പാത. ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. അതിലെ പോയാൽ ധാരാളം നിയമങ്ങളുണ്ട്, നിരോധനങ്ങളുണ്ട്, ഹലാലുകളുണ്ട്, ഹറാമുകളുണ്ട്, മുബാഹികളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഏറെ കട്ടപ്പാടുകൾ സഹിച്ചാലല്ലാതെ അതിലെ നടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ടേ പറയാവൂ. അങ്ങനെ തന്നെയാണല്ലോ സഹോദരിമാരും അങ്ങനെ തന്നെ. പക്ഷെ അതിലെ പോയാൽ പർദ്ദയിടണം, തലമറയ്ക്കണം, റഷ്യൻ സർക്കസ് കാണാൻ പറ്റൂല, കാർണിവലിന് പോകാൻ പറ്റൂല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ശരി, അള്ളാഹു നമ്മുടെ യാത്ര വലത്തേക്ക് തന്നെ ആക്കട്ടെ. സഹോദരങ്ങളെ, ഇടത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇതിലെ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം. വലതുഭാഗത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇതിലെ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര അല്ലാഹു സ്വർഗത്തിൽ സമാപിപ്പിക്കട്ടെ. ആദ്യമായി വള്ളക്കടവിൽ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മളൊരു യാത്രയിൽ പങ്കാളികളാവുകയാണ്. സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. അവൻ പിശുക്കനാണോ അതല്ല നല്ലവനാണോ എന്ന് മനസ്സിലാകുക യാത്ര ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈ വള്ളക്കടവിൽ ആദ്യമായി ഞാൻ കാലുകുത്തുമ്പോൾ നമുക്കൊരു യാത്രയിലേക്ക് പോകാം. ആ യാത്ര അവസാനിക്കുമ്പോൾ അള്ളാഹു ഒരു നല്ല യാത്രയായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യം നമുക്ക് ഇടത്തോട്ടൊന്ന് പോയി നോക്കാം. പോയിട്ട് അവിടെ കൊള്ളത്തില്ലെങ്കിൽ, അതല്ല നമുക്കത് കഴിയുന്നില്ലെങ്കിൽ പയ്യെ നമ്മുടെ വാഹനം തിരിച്ചുവിടാൻ നമുക്ക് വലത്തോട്ട് പോകും. ഇന്ന് നമുക്ക് പയ്യെ ഒന്ന് ഇടത്തോട്ട് പോയി നോക്കാം. ഒന്ന് എത്തി നോക്കണമല്ലോ, എന്നാലല്ലേ അറിയാവൂ. നമ്മൾ സാധാരണ നല്ല സാഹസികരാണ്. ഒന്ന് പോയി നോക്കാം. അത് നമുക്ക് കഴിയില്ല എങ്കിൽ, അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ, അത് താങ്ങാൻ കഴിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലത്തോട്ട് തിരിച്ചു വരാം നാളെ. ഇന്ന് നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കണം. പോരെ ഞാൻ സാധാരണയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാടൻ സംഭാഷണം പോലെ ഞാൻ എൻ്റെ വിഷയത്തിന് ആമുഖമായി പറഞ്ഞ ഈ വാക്ക് സാധാരണയായി ഒരാൾ പറയുന്ന ഒരു നാടൻ ഭാഷ പോലെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഇത്രയും നേരം നാം ഒരു ജീവിതത്തിന്റെ സാങ്കല്പികമായ യാത്രയുടെ കഥാകഥനങ്ങൾ പറഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടുള്ള പാത പറഞ്ഞ ഈ നാടൻ ചിന്താശകലം യഥാർത്ഥത്തിൽ ഇതൊരു നാടൻ വാക്കുകളല്ല. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ വാക്ക് ഏതെങ്കിലും ഒരു നാടൻ വാക്കുകളല്ല. ഇതാരാണെന്നറിയുമോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകൈയിൽ ചാട്ടവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഇടയനില്ലാത്ത ആട്ടിൻപെട്ടത്തെ പോലെ അപഥസഞ്ചാരം ചെയ്ത 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ ഭൗതികമായ ജീവിതത്തിന്റെ പച്ചത്തിളപ്പിന്റെ മുമ്പിൽ എന്തിനൊക്കെയോ ജീവിച്ചു പോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, ആ കാട്ടറബികളെ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ലക്ഷ്യബോധം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത 114 അധ്യായങ്ങൾ അടങ്ങുന്ന ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹം മുഴുവനെ നരകത്തിന്റെ ഭാഗത്തേക്ക് ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കുമ്പോൾ ഈ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു സൽപാന്താവ് വെട്ടിത്തുറന്നു കൊടുക്കുന്നത് എന്നറിയാനും ജബലന്നൂർ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് താഴെയിരിക്കുന്ന ഹിറാ ഗുഹയിലിരുന്നു കൊണ്ട് പ്രവാചകൻ കഅബയെ നോക്കിയിരിക്കുമ്പോ അള്ളാന്റെ റസൂല് ധ്യാന നിമഗ്നനായിരിക്കുന്ന ഹിറാ ഗുഹയിലിരുന്നാൽ ഹിറാ ഗുഹയുടെ പ്രത്യേകത, ഇപ്പോഴും ഹിറയിലിരുന്നിട്ട് മുമ്പോട്ട് നോക്കിയാൽ നേരെ കഅബാലയം കാണാം. കഅബാലയത്തിന്റെ മത്താഫിന്റെ മുകളിലൂടെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, എവിടേക്ക് പോകണമെന്നറിയാതെ ആട്ടിൻപറ്റത്തെ പോലെ നടന്നുപോയ തന്റെ ജനതയെ നോക്കി
ദുഃഖനിമഗ്നനായിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് ഈ സമൂഹത്തെ മുഴുവനും സ്വർഗത്തിന്റെ രാജപാതയിലോട്ട് കടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6666 പരം വരുന്ന സൂക്തങ്ങളിൽ 114 അധ്യായങ്ങളിൽപ്പെട്ട ഒരേ ഒരു അധ്യായമായ സൂറത്ത് ദുഹർ. ആ സൂറത്ത് ദഹറിലെ 2 ആയത്തുകളുടെ അർത്ഥമാണ് ഇതേവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതും ഈ യാത്രയും ഈ ബോട്ടും ഈ ആരോ മാർക്കുമെന്നും എന്റെ വാക്കുകളല്ല, അതൊരു നാടൻ ഭാഷയല്ല, അതെന്റെ ഏതെങ്കിലും ഒരു സരസമായ ഭാവനയല്ല. ഇത്രയും നേരെ 20 മിനിറ്റോളം നിങ്ങളോട് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതേപോലെ എവിടേക്ക് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ നരകത്തിന്റെ പാത തെരഞ്ഞെടുത്ത ഒരു സമൂഹത്തിനോട് സ്വർഗത്തിന്റെ രാജപാത വെട്ടിത്തെളിച്ചു കൊടുത്ത ഖുർആൻ പറഞ്ഞ സൂറത്ത് ദഹറിലെ 2 ആയത്തുകളുടെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സൂറത്ത് ദഹർ ഓതി നോക്കുക. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു സൂറത്ത് ദഹർ, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലി. ഏ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ആര് കണ്ടാലും അറപ്പുളവാക്കുന്ന, കെട്ടിപ്പിടിച്ചാൽ എട്ടിപ്പിടിക്കുന്ന ഒരു രേതസ്കണത്തിൽ നിന്നാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചെടുത്തത്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യ നിനക്കൊരു ഭൂതകാലമില്ലയോ? ഏത് ഭൂതകാലമെന്നറിയുമോ? അള്ളാഹു നിന്നെ ഒരു രേതസ്കണത്തിൽ നിന്ന് പടച്ചെടുത്ത ശൂന്യതയുടെ കാലം അള്ളാഹു നമ്മളെ ഭൂലോകത്തേക്ക് പടയ്ക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ യാത്ര നമ്മൾ തുടങ്ങുകയാണ്, ജീവിതത്തിന്റെ യാത്ര. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന്, പിതാവിന്റെ മുതുകിലെ രേതസ്കണത്തിൽ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വന്ന് അവിടുത്തെ 9 മാസത്തെ ജീവിതം കഴിഞ്ഞ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭയവിഹ്വലതയോടെ പൊട്ടിക്കരയുന്ന ഒരു കൊച്ചു കുഞ്ഞായി ഭൂലോകത്തേക്ക് വന്നു. അതിനെക്കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്, മിൻ നുത്ഫത്തിൻ അംശാദിൻ നബ്തലി. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചില്ലയോ ഭൂമിയിലേക്ക്? സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിന്റെ യാത്ര തുടങ്ങുകയാണ്. ഒറ്റയടി പാതയിലൂടെ നമ്മൾ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒറ്റയടി പാത, ശാഖകളില്ല, പിരിവുകളില്ല, എവിടേക്കും നോക്കേണ്ട കാര്യമില്ല. ആ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോ ആ ഒറ്റയടി പാതയാണ് പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള കാലം. പ്രായപൂർത്തിയാകുന്നത് വരെ അവന് ഹലാലുകളില്ല, ഹറാമുകളില്ല, മുബാഹുകളില്ല, ഫർളുകളില്ല, സുന്നത്തുകളില്ല. അല്ലാഹ് പറയുകയാണ്, നിനക്ക് കാണാനുള്ള കണ്ണ് ഞാൻ തന്നു, വബസീറ നിനക്ക് കാണാനുള്ള കണ്ണ് ഞാൻ തന്നു, വസമിയ നിനക്ക് കേൾക്കാനുള്ള ശക്തിയും തന്നു. സത്യവും അസത്യവും തിരിച്ചറിയാൻ പാകതയെത്തുമ്പോ, ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ പാകതയെത്തുമ്പോ, സത്യാസത്യ വ്യവച്ഛേദനത്തിനും ധർമാധർമ്മ വ്യതിരക്തതയ്ക്കും നിന്റെ ഹൃദയം ഭാഗമാകുമ്പോ, ഇപ്പോൾ നീ കൊച്ചുകുട്ടിയല്ല, നീ പ്രായപൂർത്തിയായി. തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ നിനക്കൊരു പാകതയെത്തുമ്പോ അല്ലാഹ് പറയുന്നു, നിന്റെ പാത 2ആയി പിരിയുകയാണ്. ഇന്നാ ഹദൈനാഹു സബീൽ. ഇതാ നിന്റെ മുമ്പിൽ 2 വഴി ഞാൻ വെട്ടി തുറക്കുന്നു. ഏത് വഴിയെന്നറിയുമോ? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് അസത്യത്തിന്റെ പാത. അല്ലാഹ് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ 2 പാതയുണ്ട്. ഇതിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ സഞ്ചരിക്കാം. അല്ലാഹ് പറയുന്ന 2 പാത നിന്റെ മുമ്പിലുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. 2 വഴികൾ, ഒന്ന് സത്യത്തിന്റെ പാത, മറ്റൊന്ന് സത്യത്തിന്റെ പാത. ഒന്ന് ധർമ്മത്തിന്റെ പാത, മറ്റൊന്ന് അധർമ്മത്തിന്റെ പാത. ഒന്ന് വെളിച്ചത്തിന്റെ പാത, മറ്റൊന്ന് ഇരുട്ടിന്റെ പാത. ഒന്ന് തമസിന്റെ പാത, മറ്റൊന്ന് ജ്യോതിസിന്റെ പാത. ഒന്ന് പകലിന്റെ പാത, മറ്റൊന്ന് രാത്രിയുടെ പാത. ഒന്ന് ഹക്കിന്റെ പാത, മറ്റൊന്ന് ബാത്തിലിന്റെ പാത. ഒന്ന് സുന്നത്തിന്റെ പാത, മറ്റൊന്ന് ബിദ്അത്തിന്റെ പാത. ഒന്ന് ഇസ്ലാമിന്റെ പാത, മറ്റൊന്ന് കുഫറിന്റെ പാത. അല്ലാഹ് പറയുന്നു, ഫഹദൈനാഹു നജ്ദൈൻ.
നിന്റെ മുമ്പിൽ രണ്ട് പാതയും കിടക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കാനെത്തിയവര് എവിടേക്ക് സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കേണ്ടവന് ബുദ്ധിയുള്ള മനുഷ്യനാണ്. എവിടേക്കും പോകാം, ഇടത്തോട്ട് സഞ്ചരിച്ചാൽ പാത സുഗമമാണ്. ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് കെടുക്കാം, ഇഷ്ടമുള്ളിടത്ത് കിടന്നിറങ്ങാം. പക്ഷേ ചെല്ലുന്നത് എവിടെയാ? കുൽനാറു ജഹന്നമ അശദ്ദ ഹർറാ, കത്തിക്കാളുന്നൊരു വലിയ തീക്കുണ്ടത്തിലേക്കാണ് നീ പോവുക. അവിടെ കിടന്നിട്ട് ചിറക് കരിഞ്ഞു പോയ ഈ അമ്പാട്ടയെ പോലെ നീ കത്തിക്കരിഞ്ഞ് നിലവിളിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ മുമ്പിൽ രണ്ട് പാത സുവ്യക്തമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യർ സഞ്ചരിക്കുന്നത് ഈ രണ്ട് പാതയിലൂടെയാണ്. ഇഷ്ടമുള്ളിടത്തൂടെ സഞ്ചരിക്കാം, അള്ളാഹ് അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ നീ ഇടത്തോട്ട് പോയി എന്ന് വിചാരിച്ച് അപ്പ തലയിൽ വലിയ പേമാരി പെയ്ത് അപ്പ ചത്ത് ഭൂമിയിൽ വീഴത്തൊന്നുമില്ല. നീ ഇടത്തെ പാത തിരഞ്ഞ് നരകത്തിന്റെ പാതയിലൂടെ പോയി എന്ന് വിചാരിച്ചത് കൊണ്ട് ആ സമയത്ത് തന്നെ ചത്തൊടുങ്ങി ഭൂമിയിൽ വീടില്ല. അള്ളാഹ് അങ്ങനെയൊന്നും കൈകാര്യം ചെയ്യില്ല. വലതു ഭാഗമാണോ നേരെ നടക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം. വലതു ഭാഗമാണോ നേരെ നടക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എവിടെ എത്തണം? സ്വർഗത്തിലെത്തണോ? സ്വർഗം. അള്ളാഹു നമ്മുടെ ഏറ്റവും അവസാനത്തെ വാക്കതാണല്ലോ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും അവസാനത്തെ വാക്കേതാണ്. എല്ലാം സഹിക്കുമ്പോഴും എല്ലാം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, അള്ളാഹു നമ്മളെ കൈവിടില്ല, അവൻ നാളെ സ്വർഗം തരാതിരിക്കില്ല. ആ ഒരു വിശ്വാസമാണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ജീവിതം? അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്താകെ തുകയാണുള്ളത്? ഒരു തുകയുമില്ല. ഈ ഭൂമിയിലെ ക്ഷണികമായ ജീവിതത്തിന് ക്ഷണികപ്രഭാചഞ്ചലം ഈ ജീവിതത്തിന്റെ ഈ ക്ഷണികമായ യാത്രയിൽ ഏറ്റവും അവസാനത്തെ വാക്ക് അള്ളാഹ് സ്വർഗം നൽകുമെന്ന വാക്കാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ ഇതേപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു എത്തിച്ചു ചേർക്കട്ടെ. പക്ഷേ ഇടതുഭാഗത്തോട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്കുള്ള യാത്ര നാളെയാണ്. ഇന്ന് തൽക്കാലം നമ്മൾ ഇടത്തോട്ടൊന്ന് പോയി എത്തി നോക്കുകയാണ്. പക്ഷെ എത്തി നോക്കാൻ കഴിയുമോ? നരകം. എന്താ നരകം? നരകം എത്ര ഭയാനകരം എന്നൊരു കാസറ്റ് കേൾക്കാത്തവരിന് ഇവിടെ ആരും ഉണ്ടാവില്ല, എല്ലാവരും കേട്ടതാണ്. അപ്പോൾ നരകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്താ നരകം? ആ നരകത്തിൽ പോയി നമുക്കൊന്ന് എത്തി നോക്കാം, അല്ലേ? എത്തി നോക്കാൻ പറ്റുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകന് പോലും കഴിഞ്ഞില്ല നരകത്തിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് നിൽക്കാൻ. സഹോദരങ്ങളെ, എന്താണ് നരകം? ലോകത്തിന്റെ മുഴുവനും കാരണദൂതരായ എന്റെയും നിങ്ങളുടെയും നേതാവ് ഫഹ്മീവ വസുലീ വാഖിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു, ഞാനൊരിക്കൽ മേറാജിന്റെ യാത്ര പോയപ്പോ അള്ളാഹു എനിക്ക് സ്വർഗവും കാണിച്ചു തന്നു, നരകവും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ് നമ്മൾ അവിടേക്കൊന്ന് എത്തി നോക്കുക? അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹു എനിക്ക് ആദ്യം കാണിച്ചു തന്നത് സ്വർഗമാണ്. ആ സ്വർഗം ഞാൻ കണ്ടപ്പോ, സ്വർഗത്തിലെ പടവർഗങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ സ്വർഗത്തിലെ ഒരു മുന്തിരി കുല പറിക്കാൻ ഞാൻ എന്റെ വിരലുകൾ നീട്ടി. ലോകത്തിന്റെ തിരുദൂതര് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറയുകയാണ്, സ്വർഗം കണ്ടപ്പോ, ആ സ്വർഗത്തിന്റെ പഴങ്ങൾ കണ്ടപ്പോ, ആ സ്വർഗത്തിന്റെ മധുരപാനീയങ്ങൾ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിലേക്ക് ആമുഖമില്ലാതെ കടക്കുകയാണ്. അതിലെ ഒരു മുന്തിരിക്കുല പറിക്കാൻ ഞാൻ എന്റെ കൈകൾ നീട്ടി. എന്നിട്ട് ഞാൻ ആ മുന്തിരിക്കുല പറിക്കാൻ പോയപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞു, വേണ്ട നബിയേ, അതിവിടെ നിന്ന് കൊയ്തെടുക്കണ്ട. അള്ളാന്റെ റസൂലിന്റെ മുമ്പ് അത്ഭുതത്തോടെ സ്വർഗത്തിന്റെ അനുഭൂതി കേട്ടിരുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ, ആ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല ഞാൻ പറിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്റെ അനുയായികൾ മുഴുവനും ഇന്ന് ഭൂമിയിലിരുന്ന് തിന്നു തീർത്താലും ആ സ്വർഗത്തിന്റെ ഒരു മുന്തിരിക്കുലയിലെ പഴങ്ങൾ തീർക്കാൻ കഴിയില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ.
അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാനതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. ഇത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പത്രേ. എന്നാലും നബിയെ, അതൊന്ന് രുചിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ നബിയെ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യത്തിന്റെ സങ്കടം. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത് ഞാൻ കണ്ടത് നരകമാണ്. ആ നരകത്തെ ഞാൻ അതിന്റെ അടുക്കലേക്ക് എന്നെ മലക്ക് കൊണ്ടുപോയി. ജിബ്രീൽ എന്നെ കൊണ്ടുപോയി നരകത്തിന്റെ ഭാഗത്തേക്ക്. ആ നരകം കത്തിജ്വലിക്കുന്നത് കണ്ടു. ആ നരകം കത്തിജ്വലിക്കുന്നത് കണ്ടു. ആ നരകത്തിന്റെ തീനാളങ്ങൾ ഞാൻ കണ്ടു. നരകത്തിലേക്ക് എത്തുമ്പോൾ സഹോദരങ്ങളെ, എന്താ നരകം? ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ പെട്ടെന്ന് നരകത്തിലേക്ക് കടന്നു വന്നത് എന്താണ്? ഇതിനേക്കാൾ പേടിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. അള്ളാന്റെ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവായിട്ടല്ല. അങ്ങനെ നിങ്ങൾ ആരും കരുതി പോകരുത്. ആകാശമണ്ഡലത്തിന്റെ എവിടെയോ അള്ളാഹു നമ്മളെ വലിച്ചെറിയാനുള്ള വെറും കത്തിക്കപ്പെട്ട ഒരു അഗ്നികുണ്ഡമല്ല. ആ നരകത്തെ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി തന്നത് ഒരു ജീവനുള്ള വസ്തുവിനെ പോലെയാണ്. അലമുറയിടയുകയും കരയുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന എന്റെ ശബ്ദങ്ങൾ കാണത്തിയ പ്രിയപ്പെട്ട സഹോദര, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പെട്ടെന്ന് വിഷയത്തിലോട്ട് കടന്നത്. ഇല്ലെങ്കിൽ ഇനിയും ഇത് വീണ്ടും നീട്ടേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് നരകം എന്തെന്നറിയോ? ആ നരകം കരയാൻ കഴിയുന്ന, അട്ടഹസിക്കാൻ കഴിയുന്ന, പൊട്ടിക്കരയുന്ന മനുഷ്യനെ പോലെ പൊട്ടിക്കരയുന്ന ഒന്നാണ് നരകമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ഇതാര് പറഞ്ഞതെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞതാ. അള്ളാഹുവിന്റെ ഖുർആൻ നരകത്തെ കുറിച്ച് പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നരകത്തിന്റെ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയാ. ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ്. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, നരകം ജീവിതത്തിൽ അവകാശപ്പെട്ടവർ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തെ അവർ അങ്ങകര വിദൂരത്ത് നിന്ന് കാണുമ്പോ, നരകത്തിന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോഴല്ല, നരകത്തിന്റെ സാമീപ്യത്തിലെത്തുമ്പോഴല്ല, ഇതാ അങ്ങകലെ നിന്നേ നരകത്തെ അവര് കാണുമ്പോ, നരകം നോക്കുമ്പോൾ തന്നിലേക്ക് വരാനുള്ള മനുഷ്യര് നടന്ന് നടന്ന് മഹിശറയിലൂടെ വരുന്നത് കാണുമ്പോ ആ സമയത്ത് നരകം എന്ത് ചെയ്യുമെന്നറിയുമോ? ഇദാ റഅതഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ആ നരകം കടന്ന് നിലവിളിക്കാൻ തുടങ്ങും. നരകം അട്ടഹസിക്കാൻ തുടങ്ങും. എടാ ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ജീവനുള്ള ഒരു സിട്ടിപ്പായിട്ടാണ് അല്ലാഹു നരകത്തെ പരിചയപ്പെടുത്തുന്നത്. ആ നരകത്തിന്റെ 70 മൈലുകൾ അപ്പുറം നിൽക്കുമ്പോ നരകവാസികൾ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, എങ്ങനെയാ നരകത്തെ കുറിച്ച് പറയുകയാ? എങ്ങനെയാ നരകത്തെ കുറിച്ച് ഓർക്കുക? അള്ളാന്റെ റസൂല് പറഞ്ഞ്, രാവിലെയും വൈകുന്നേരവും, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നരകം കടന്ന് അട്ടഹസിക്കും. എനിക്ക് വേണ്ടി വിധിക്കപ്പെട്ടവരെവിടെ? എന്നിലേക്ക് വരാനുള്ളവരെവിടെ? എന്നിലേക്ക് വരാനുള്ളവരെവിടെ? നരകമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു ജീവിയെ പോലെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആനല്ലേ പറഞ്ഞത്. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. യൗമ നഖൂലു ലിജഹന്നമ, നാളെ പരലോകത്ത് നരകാവാസികളെ നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അല്ലാഹു നരകത്തോട് ചോദിക്കും. അല്ലാഹു നരകത്തോട് ചോദിക്കും, ഏതൊരു തമ്പുരാനാണോ നരകത്തെ പടച്ചത്, ആ തമ്പുരാൻ നരകത്തോട് ചോദിക്കും, ഓ നരകമേ, ഹലിം തലഅതി, നിന്റെ വയറ് നിറഞ്ഞോ നരകമേ? നിന്റെ വള്ള നിറഞ്ഞോ നരകമേ? ആ സമയത്ത് നരകം മറുപടി പറയും, അല്ലാഹുവേ, ഹൽ മിൻ മസീദ്, നിറഞ്ഞില്ല അല്ലാഹുവേ, ഇനിയും ഉണ്ടെങ്കിൽ എന്റെ പള്ളയിലോട്ട് കോരിയിട്ടോ. ഒരിക്കലും നിറയാത്ത പള്ള നരകത്തിന്റെ പള്ളയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രാവിലെയും വൈകുന്നേരം നരകമട്ടഹസിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഇതേ ആളുകൾ ചെല്ലുമ്പോ 70 മൈൽ അകലെ നിന്നുകൊണ്ട് നരകമട്ടഹസിക്കുമ്പോ ഇവിടേക്ക് വാടാ, ഇവിടേക്ക് വാടാ എന്ന് പറയുമ്പോ ഈ നരകത്തിന്റെ അട്ടഹാസം കേൾക്കാത്ത യുവാക്കളെ എങ്ങനെയാണ് കള്ളു കുടിക്കാൻ
കഴിയുന്നത്, എങ്ങനെയാണ് വ്യഭിചരിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് വട്ടിപ്പലിശ മേടിക്കാൻ കഴിയുന്നത്. ഈ ഭൂലോകത്തിന് മുകളിൽ ഒരു ശപിക്കപ്പെട്ട ജന്മമായി മാറുന്നത്. നിന്നെ ഓർത്തിട്ട് നരകം വിളിക്കുകയാണ്. നീ ആ വിളി നിന്റെ കാതിൽ കേൾക്കുന്നില്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ദിവസം വരും. അള്ളാഹ് പറയുകയാണ്, അവൻ അതിന്റെ നരകത്തിന്റെ വിളി ഒരു നരകാവകാശിയുടെ ചെവിയിൽ കേൾക്കുമ്പോ അവൻ കിടന്ന് വിളിക്കാൻ തുടങ്ങും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ ഈ അട്ടഹാസം ദുനിയാവിൽ വെച്ചെന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കണ്ടവൻ നരകത്തിൽ കിടന്ന് നിലവിളിക്കും, അല്ലാഹുവേ ഞാനിത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ, വള്ളക്കടവിൽ ജീവിച്ചിരിക്കുമ്പോ ഈ നരകത്തിന്റെ വിളി ഒരു പ്രാവശ്യം എന്റെ കാതിലൊന്ന് കേട്ടിരുന്നെങ്കിൽ. അങ്ങനെ നരകത്തിൽ കിടന്നവൻ വിളിക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ പറയും, എടാ ഒരു പ്രാവശ്യം നിലവിളിച്ചാൽ പോരാ, ഇവിടെ കിടന്ന് ഒരു പ്രാവശ്യം നിലവിളിച്ചാൽ പോരാ. ലാ തദുൽ യൗമ സുബൂറൻ വാഹിദാ വദഉ സുബൂറൻ കസീറാ. ഇന്നൊറ്റ ദിവസം നിലവിളിച്ചാ പോരാ, 1000 വട്ടം നിലവിളിച്ചാലും നരകം നിന്നെ വിടില്ലെന്നുള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത്ര ഭീകരമാണ് നരകം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ആ നരകത്തിന്റെ അടുക്കിലേക്ക് ഞാൻ പോയി, ഇന്നന്നാറ അതിനൈത്തുമിന്നീ, ആ നരകത്തിന്റെ തീച്ചൂടുകൾ എന്റെ മുഖത്തെ കാഞ്ഞടിച്ചപ്പോ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമേ, അല്ലാഹ് കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആരംഭമേ അവലംബമേ, ഞാൻ നരകത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ ആ നരകത്തിന്റെ ഭീകരത ഞാൻ കണ്ടു. അതിന്റെ ചൂട് എന്റെ മുഖത്തോട്ടത് അടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ നരകത്തിന്റെ പുക വന്നപ്പോ അതെന്റെ മുഖത്ത് തട്ടാതെ ഞാൻ എന്റെ മുഖത്ത് നിന്ന് നരകത്തിന്റെ പുകയെ കൈകൊണ്ട് മെല്ലെ മെല്ലെ ആട്ടിയോടി ചെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്താ നരകം? അള്ളാന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് നരകത്തിന്റെ പുക വന്നപ്പോ ഞാൻ അതിനെ ആട്ടി ഓടിച്ചു സഹാബ. എനിക്ക് തന്നെ അതിന്റെ പുക സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ തീ എന്തായിരിക്കും? ഇയാളെന്താ തുടക്കത്തിലെ നരകം പറഞ്ഞിട്ട് പേടിപ്പെടുത്തണം എന്നല്ല, ഈ രണ്ടല്ലാതെ ജീവിതത്തിൽ ഇനി മാറാനൊന്നുമില്ല. ഈ നാട്ടിൽ അതേ പറയാവൂ, ഏത് നാട്ടിലും. കാരണം വഴിതെറ്റി നടക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചോളം ആ ജനതയുടെ മുന്നിൽ മാറ്റത്തിന്റെ ഒരു തിരി കൊളുത്തണമെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള പേടിക്കും സ്വർഗത്തെക്കുറിച്ചുള്ള ആശയ്ക്കുമേ കഴിയും. അല്ലാതെ ഈ ഭൂമിയിലെ എന്ത് ലാഭം പറഞ്ഞിട്ടാണ് അവരെ വിളിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കള്ളു കുടിച്ച് മദ്യപിച്ച് മതോന്മത്തനായി കിടക്കുന്ന ഒരുത്തനോട് നീ ഇനി കള്ളു കുടിക്കരുത് എന്ന് പറയാൻ അവനോട് ഭൂമിയിലെ ഏത് ലാഭമാ പറയുക? നീ ഇനി മുതൽ കള്ളു കുടിക്കാതിരുന്നാൽ ജമാഅത്തിന്റെ വകയായിട്ട് നിനക്ക് ഒരു ദിവസം 100 വെച്ച് തരാന്ന് പറയാൻ പറ്റുമോ? കഴിയില്ല. നീ കള്ളു കുടിക്കാതിരുന്നാൽ ഞങ്ങളെല്ലാവരും കൂടി നിനക്ക് ഒരു ദിവസം 250 റുപ്യ വെച്ച് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഏതൊരു അധർമ്മത്തിൽ നടക്കുന്ന മനുഷ്യനോടും അവനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറയാൻ അവനോട് കഴിയുന്നത്, നീ മദ്യപാനിയായാൽ നാളെ നരകത്തിലെ ശിക്ഷ, നീ മദ്യപാനം ഉപേക്ഷിച്ചാൽ നാളെ നിന്റെ സ്വർഗത്തിലെ രക്ഷ. ഇത് രണ്ടും പറഞ്ഞിട്ടല്ലാതെ ലോകത്തൊരു മനുഷ്യനെയും മാറ്റാൻ കഴിയില്ല. അത് കേട്ടപ്പോഴും അതറിഞ്ഞപ്പോഴുമാണ് മനുഷ്യൻ മാറിയത്. ആ നരകത്തിൽ പോകുന്നതിന് 31 കാര്യങ്ങൾ ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് കഴിയുന്നത് പോലെ പറയാം സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ. അള്ളാഹു എല്ലാ കാര്യങ്ങളും മാറ്റി അള്ളാഹിന്റെ സ്വർഗത്തിന്റെ അവകാശിയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നരകം ഭയാനകരമാണ്. യദ്ഊന വൈലൻ യദ്ഊന സുബൂറ. ഓരോ ദിവസം രാവിലെയും വൈകുന്നേരവും നിലവിളിച്ചോണ്ടേയിരിക്കും, അട്ടഹസിക്കും. എവിടെ? എന്നിലേക്ക് വരാനുള്ളവരെവിടെ? ഇവിടെയുള്ള ഒത്തിരി പേരത് കേൾക്കും. ഓരോ നാട്ടിലും നരകത്തിലോട്ട് പോകാൻ അവകാശികളായ എത്രയെത്രയോ ആളുകൾ. ഈ ജീവിതം ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതയാത്ര തുടങ്ങുകയാണ്. ഈ യാത്ര അവസാനിക്കുന്നത് ഒരു മണ്ണിൻ്റെ അടിയിലാണ്. അവിടെ നിന്ന് പിന്നെ പരലോകത്തിലേക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും. അതുകൊണ്ട് നമ്മുടെ ഈ സബലം ഈ യാത്ര നമുക്ക് തുടങ്ങാം ഇവിടെ വെച്ച്. ജീവിതമേ ഒരു യാത്രയാണ്. ജീവിതം ഒരു വല്ലാത്ത യാത്രയാണ്. ജീവിതമേ ഒരു യാത്ര. ഇങ്ങനെ ഓരോ കാലടി മുമ്പോട്ട് പോകുമ്പോഴും ആയുസ് പുറകോട്ട് പോവുകയാണ്. ഒരു കാലെടുത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ ജീവിതത്തിൽ 2 യാത്രയാണ് നടക്കുന്നത്. ഒരു കാല് മുമ്പോട്ട് വെക്കുമ്പോൾ പരലോകത്തേക്കുള്ള യാത്ര കൂടുന്നു,
അതേപോലെ ആയുസ്സിലേക്കുള്ള യാത്ര കുറയുകയും ചെയ്യും. ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ചാൽ അത്രയും സമയം ആയുസ്സിൽ നിന്ന് കുറഞ്ഞെന്നാണ്. ഈ ജീവിതമേ ഒരു യാത്രയാണ്, വല്ലാത്ത യാത്ര. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണേ. തഴവ ഉസ്താദ്, എന്താ ഈ മനുഷ്യൻ? ആരായി മനുഷ്യനെന്നറിയോ? ഇങ്ങനെയൊക്കെ ജീവിക്കണം. മരിച്ചാൽ പൊതിയാനുള്ള കഫൻ തുണിയും ചുരുട്ടി തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ എവിടെ? മക്കയിലല്ല, മദീനയിലല്ല, കൊല്ലം ജില്ലയിൽ. മക്കയിലെയും മദീനയിലെയും സഹാബത്തിന്റെ കഥയല്ല, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തടവയിൽ ജീവിച്ചിരുന്ന മഹാനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വാക്കാണിത്. ഞാൻ പൂന്തറ വാള് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, പൂന്തറ വാള് പറഞ്ഞ വാള് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്, കൊള്ളാവോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയ ഒരു പോസ്റ്റ്മോർട്ടം നടക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു, കണ്ട ഇത്രയും ആൾ കൂടിയുണ്ട് അങ്ങനെ പ്രസംഗം കേൾക്കാൻ. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, അയാൾക്ക് സഹിക്കില്ലേ, സത്യം കണ്ടാൽ സഹിക്കില്ലല്ലോ, കൊള്ളാം പ്രസംഗമൊക്കെ നല്ല പ്രസംഗം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുന്നതിന് അത് വേണ്ട. ഈ വിവരമില്ലാത്തൊരിത് എന്താണ് തിരിച്ചറിയാൻ കഴിയേണ്ടത്? ഈ അറബി ബൈത്ത് പാടുമല്ലോ, അറബി ഭാഷയെന്ന് കേൾക്കുന്നതേ അവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്ത് ഇത് മുഴുവനും ഉണ്ടായത് ഈ അറബി ഭാഷയിൽ നിന്നാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലുണ്ടായിരുന്നു മക്കയിലൊരു വലിയ പ്രധാനപ്പെട്ട കവി. തഴവാ ഉസ്താദിന്റെ ബൈത്ത് പറഞ്ഞിട്ട് അതിലൂടെ ഞാൻ മറ്റൊന്ന് പറയുകയാണ്. ഒരു വല്ലാത്ത കവി, മക്ക മുഴുവനും കവിത പാടി നടന്ന കാലം, സാഹിത്യ സാമ്രാട്ടുകൾ നടന്ന കാലം, ആ കാലഘട്ടത്തിലെ കവിയായിരുന്നു ലബീദ്. ആ ലബീദിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അസ്ദഖു കലിമത്തിന് കാലഹശായിറു കലിമത്തു ലബീദ്. ലോകത്ത് എത്രയോ കവികൾ പാട്ട് പാടിയിട്ടുണ്ട്, എത്രയോ ആളുകളെ കവിത പാടിയിട്ടുണ്ട്. പാടിയ കവിതയിൽ ഏറ്റവും നല്ല കവിത റസൂലുള്ള പറഞ്ഞതാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പാടിയ കവിതകളിൽ ഏറ്റവും നല്ല അറബി കവിത ഏതെന്നറിയോ? അത് ലബീദ് പാടിയ കവിതയാണ്. ലബീദ് പാടിയ കവിത ഏതെന്നറിയോ? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വ കുല്ലു നഈമിൻ ലാ മഹാലത സായിലു. അലാ, നിങ്ങൾ അറിയണം, കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹ് ലോകത്തുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്, എല്ലാം നശിച്ചു പോകും, അല്ലാഹ് മാത്രം നശിക്കുന്നതല്ല. വകുല്ലു നഈമിൻ, എല്ലാ സൗഭാഗ്യങ്ങളും നീങ്ങി പോകുന്നതാണ്, എല്ലാ സൗഭാഗ്യങ്ങളും നീങ്ങി പോകുന്ന സൗഭാഗ്യമാ ഈ ദുനിയാവിലെ ഏത് സൗഭാഗ്യവും നീങ്ങി പോകുന്ന സൗഭാഗ്യമാണ്. സഹോദരങ്ങളെ, നിലനിൽക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസം മാത്രമാണ്. ഇത് കേട്ട റസൂലുള്ള പറഞ്ഞു, ലബീദേ, നീ പറഞ്ഞതാണ് ശരി, അല്ലാഹുവിന്റെ റസൂല് പോലും ശരി വെച്ച് പറഞ്ഞു പോയ വല്ലാത്ത കവിത. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ലോകം എന്തിനാണ് സഹോദരങ്ങളെ ഈ ഭൂമിക്ക് വേണ്ടി കെട്ടിപ്പിടിച്ചിട്ടൊരു ജീവിതം? ഈ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയുടെ നടുവിൽ നഷ്ടപ്പെടുന്നത് ഓരോരുത്തരാണ്. ഉപ്പ നഷ്ടപ്പെട്ടു പോയി, ഉമ്മ നഷ്ടപ്പെട്ടു പോയി, ഭാര്യ നഷ്ടപ്പെട്ടു പോയി. ഈ ജീവിതത്തിന്റെ യാത്രയിൽ വേറിട്ടൊരു യാത്രയ്ക്ക് തയ്യാറാവണം. എന്റെ ഈ വിഷയത്തിലോട്ട് ഞാൻ കടക്കട്ടെ, ഒരാമുഖത്തിലോട്ട് കടക്കട്ടെ. നമ്മളൊരു യാത്ര തുടങ്ങി, ഈ യാത്രയിൽ ഒരു വേറിട്ടൊരു യാത്ര. ഏകാന്തപതികനായി നടക്കണം, ഒറ്റയാനായിട്ട് നടക്കണം. ഈ ജീവിതയാത്രയിൽ മാറി നടക്കാൻ കഴിയുന്നൊരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയണം. എല്ലാവരും നടക്കട്ടെ, അവര് ബാറുകളിൽ ഇരിക്കട്ടെ, അവര് വൈകുന്നേരങ്ങളിൽ ചവിട്ടുവിന്റെ ചീട്ടുകളങ്ങളിൽ ഇരിക്കട്ടെ. പൊന്നു ചെറുപ്പക്കാരാ, നിനക്കൊരു യാത്രയുണ്ട്, വേറിട്ടൊരു യാത്രയുണ്ടാകണം. എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്ത്, ആർക്കും ആരെയും വേണ്ടാത്ത ലോകത്ത്, ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ട, എവിടെയാണോ ലാഭമുള്ളത് ആ ലാഭത്തിന് മാത്രം കൊതിച്ചിട്ട് ജീവിക്കുമ്പോ, ഇന്നലെ രാവിലെ നിങ്ങൾ പത്രം കണ്ടോ? സ്വന്തം ഭർത്താവ് വൃക്ക വിട്ടിട്ട് വെച്ച 4 ലക്ഷം രൂപ ബാങ്കിന്റെ ഡിപ്പോസിറ്റിലിട്ടു. ആ പൈസയും എടുത്തിട്ടാണ് പ്രിയപ്പെട്ട ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോകാൻ പോയത്. ആ ഭർത്താവ് അധ്വാനിച്ചതല്ല. ഇതെന്തോ ഒരു ലോകമാണ്. സൈഫുദ്ദീൻ ഹാജി പറഞ്ഞതുപോലെ, കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല കേൾക്കുന്നത്,
സ്വന്തം ഭർത്താവിന്റെ സ്വന്തം കഴുത്തിന് താലി കെട്ടിയവന്റെ വൃക്ക വിറ്റ് 4 ലക്ഷം രൂപ ബാങ്കിലിട്ടു. അതും എടുത്തിട്ടാണ് ഭാര്യ വേറൊരുത്തന്റെ കൂടെ പോകാൻ പോയത്. ഭർത്താവ് നോക്കുമ്പോൾ ആകെയുള്ള വൃക്കയും പോയി, താലി കെട്ടിയ പെണ്ണും പോകുന്നു. അവന്റെ മുമ്പിൽ ഒറ്റ വടിയേയുള്ള മൂർച്ചയുള്ള വാക്കത്തി തന്നെ ആയുധം. പാതിരാ സമയത്തുറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണിന്റെ മനസ്സിൽ ഈ ഭൂമിയിൽ സുഖിക്കാൻ തോന്നിയപ്പോ അത് ഭർത്താവിനെ കുടിച്ചിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, അവന്റെ വൃക്ക വിറ്റ പൈസയാണെങ്കിലും വേണ്ടില്ല, മറ്റൊരുത്തന്റെ കിടപ്പറയിലെ ചൂടും ചൂരും അനുഭവിക്കണമെന്ന് ഒരു പെണ്ണ് നരകത്തിന്റെ വഴി തെരഞ്ഞെടുത്തപ്പോ അവിടെ നഷ്ടപ്പെട്ടു പോയതൊന്നും അറിയാത്ത നിഷ്കളങ്കമായ 2 പെൺകുട്ടികൾ, 11 വയസ്സും 14 വയസ്സുമുള്ള അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തും മയങ്ങിക്കിടക്കുന്ന 2 മക്കളെയും വെട്ടിക്കൊന്ന് ഭാര്യയുടെ തല വെട്ടിയെടുത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. ഇന്നലെ കോട്ടയം ജില്ലയിൽ. എന്തോ ഒരു ലോകമാണിത്. ആർക്കു വേണ്ടി ജീവിക്കുന്നു നാം? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമില്ലാ മഹാലത സായിലു. എല്ലാ സൗഭാഗ്യവും നീങ്ങിപ്പോകുന്ന സൗഭാഗ്യം. ഈ യാത്ര വല്ലാത്ത യാത്രയാണ്. ജീവിതത്തിന്റെ യാത്ര അതൊരു വല്ലാത്ത യാത്രയാണ്. ഈ യാത്രയിൽ എല്ലാം കെട്ടിപ്പിടിക്കുമ്പോ നഷ്ടപ്പെടുന്നത് ഭാര്യയും മക്കളുമാണ്. ഭാര്യക്ക് തോന്നി വൃക്ക വിറ്റ പൈസ 4 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടു. അവളത് ഡിപ്പോസിറ്റ് പിൻവലിച്ചു, വേറൊരുത്തന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. പക്ഷെ നഷ്ടപ്പെട്ടതോ 2 നിഷ്കളങ്കമായ ബാല്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കു വേണ്ടി? ആ പാവപ്പെട്ടവൻ തന്റെ ഭാര്യക്കും മക്കൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ അവന്റെ ഉള്ള വൃക്ക കളഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളീൻ, ലോകത്തൊരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയോ? ലോകത്ത് എൻ്റെ പൊന്നു ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിക്കീൻ. എൻ്റെ പൊന്നു ചെറുപ്പക്കാരങ്ങനെ ചിന്തിക്കീൻ. അള്ളാഹു നല്ല മാറ്റം ഉണ്ടാകട്ടെ. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ പൂന്തറയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വകളൊക്കെ കഴിഞ്ഞ് ദുആ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ, വെളുത്ത് തുടുത്തിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ, കണ്ടറിയാം 8 നല്ല സമ്പന്നതയുള്ള ഒരു കുടുംബത്തിലെയാണ്. എല്ലാവരും തുക്കി തിരക്കൊക്കെ കൂട്ടി മുസാവത്തൊക്കെ ചെയ്ത് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇവൻ ആ സ്റ്റേജിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മൂലയിൽ മാറി നിന്നു കുറേ നേരം. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ എൻ്റെ പുറകേ വന്നു. പൂന്തറ പുത്തമ്പള്ളിയുടെ ആ വലിയ ഗേറ്റിൻ്റെ അടുത്ത് എൻ്റെ കൈ പിടിച്ചു, ഉസ്താദേ എൻ്റെ വീട് കുമാരപുരത്താണ്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. ഞാൻ ഇതിലെ വെറുതെ പോയതാ ബൈക്കിൽ. അപ്പോൾ പ്രസംഗം കേട്ടിട്ട് നിന്നതാ. ഇനി ഞാൻ മദ്യപിക്കൂല ഉസ്താദ്, ഇനി ഞാൻ കള്ളു കുടിക്കൂല. അവൻ പറഞ്ഞു, ഞാൻ കള്ളുകുടിയനാണ്, പക്ഷെ ഇനി ഞാൻ കുടിക്കൂല ഉസ്താദെ. ഞാൻ പൂന്തറ പുത്തപ്പള്ളിയിൽ കയറി ഇശ നിസ്കരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിസ്കാരം മുടക്കൂല. ഞാൻ അവനോട് നിന്റെ നമ്പർ ഇങ്ങതാ. ഞാൻ നമ്പർ വെച്ച് ഇന്നലെ മിനിങ്ങാന്ന് വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയത് കാസർഗോഡാണ്. ഞാൻ ഒരാഴ്ച കാസർഗോഡായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഞാൻ വിളിക്കും. എന്തിനാണെന്നറിയോ? രാവിലെ വിളിച്ചത് ഇവനൊരു ഭംഗി വാക്ക് പറഞ്ഞതാണോ? രാവിലെ ഏതായാലും വൈകുന്നേരം കുടിച്ചിട്ട് നന്നായിട്ട് കുടിച്ച് മത്തായിട്ട് കിടക്കണ ഒരാൾ രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വൈകും ഇല്ലേ? എടുക്കൂല, അറിയില്ലേ? കഷ്ടമൊന്നും അറിഞ്ഞുകൂടാ, പാവങ്ങളിരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം രാവിലെ എഴുന്നേക്കാൻ ഇത്തിരി വൈകും. ഏതായാലും അവൻ ഫോൺ എടുക്കൂല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഞാൻ എഴുന്നേറ്റപ്പോൾ, വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്, ശനിയാഴ്ച രാവിലെ ഏറനാട് എക്സ്പ്രസ്സിന് ഞാൻ ഇവിടുന്ന് 3:30 ഞാൻ കാസർഗോഡ് പോയി. അന്ന് പകൽ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന് മുമ്പ് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ തോന്നി ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ അവനെ ഫോൺ അടിച്ചു. ഞാൻ നോക്കിയാൽ അവൻ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വാദം നടത്തി ഒരാൾ പോരെ? 2 ദിവസം അവിടെ പ്രസംഗിച്ചതിന് പകരത്തെ ഒരൊറ്റ പ്രതിഫലം ഈ ഒരാൾ പോരെ? മതി. നല്ല പിന്നീട് ഇനിയിപ്പോൾ എല്ലാ ദിവസവും എന്നെ വിളിക്കും. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നാളെ മുതൽ സുബൈക്ക് എഴുന്നേക്കുമ്പോൾ നീ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ വകത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ നീ എന്ത് ചെയ്യണം? നാളെ മുതൽ സുബൈക്ക് നീ എന്നെ ഒന്ന് വിളിക്കണം. ഏതൊരു മനുഷ്യനെയും നന്നാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ പറയും അവൻ പോക്കാം, അവൻ കുടിയൻ, അവൻ പോക്കാം, അവനെ എഴുതിത്തള്ളും നമ്മൾ. ഇനി അവൻ നന്നാവില്ല. അല്ല, സ്നേഹത്തോടെ സ്ഫുടം ചെയ്തെടുത്താൽ, കുപ്പയിൽ നിന്ന് കിട്ടുന്ന മാണിക്യം കഴുകിയെടുത്താൽ അതിന് തിളക്കം കൂടും. അവർ പിന്നെ വിട്ടുപോകില്ല. എല്ലാം അറിയാവുന്നവന് പറയും, ഓ ഇതിനേക്കാൾ ഞാൻ കേട്ടിട്ടുണ്ടോ പറയും. ഒന്നും അറിയാത്തവൻ നന്നാകുമ്പോൾ അവനേക്കാൾ തിളക്കമുള്ള ഒന്ന് വേറെയില്ല. അതുകൊണ്ട് ആരെയും എഴുതിത്തള്ളാറായിട്ടില്ല. ഇപ്പം എല്ലാ ദിവസവും രാവിലെ അവൻ എഴുന്നേറ്റവൻ എന്നെ വിളിക്കും.
അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യും. 32 വയസ്സുണ്ട്. ഇത്രയും നാൾ മദ്യപിക്കാത്ത ഒരു ദിവസം അവൻ്റെ ആയുസ്സിലില്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. കബീർ ഉസ്താദിനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടല്ല, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇവർക്ക് പണം കൊടുത്തിട്ട് വരുന്നതാണ്. ഈ കൽബിലെ സ്നേഹം അത് കൽബിലുള്ള വെളിച്ചത്തിൻ്റെ സ്നേഹമാണ്. അല്ലാത്ത ഒരു സ്നേഹം ഉണ്ടല്ലോ വാസിക, കൽബിലുള്ള ഒരു വെളിച്ചത്ത്, അല്ലാതെ ഇവരെ പൈസ കൊടുത്തിട്ടോ പ്രലോഭിപ്പിച്ചിട്ടോ ഒന്നുമല്ല. ഈ കാണുന്ന ജനാരവം അത് ഇതിൻ്റെ കൽബിൻ്റെ സ്നേഹമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ.